ഇതൊക്കെ പറയുന്നത്. A few moments later. ഹലോ ഗൈസ്, സുഖാണെന്ന് വിചാരിക്കും എല്ലാവർക്കും. ഇപ്പം എന്താ പറയുക കുറച്ച് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും വ്ളോഗായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എന്നെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു ബോധമൊക്കെ വന്നത്. എന്താ വെച്ചാൽ, എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയാൻ വെച്ചു. എൻ്റെ പേര് ഫാത്തിമ നഹർ. പേഴ്സണായിട്ട് എല്ലാവരും ഞാൻ ക്ലോസ് ആയതെല്ലാവരും ഞാൻ റീനാത്ത് വിളിക്കുക, റീനു. ഓക്കെ. പിന്നെ എൻ്റെ വീട് പട്ടാമ്പി മഞ്ഞാങ്ങൽ ഏരിയയിലാണ്. എനിക്ക് ഉമ്മ, താത്ത, രണ്ടനിയത്തിയുണ്ട്, ഒരനിയുണ്ട്. അതിൽ ഒരനിയത്തിയും ഒരനിയനും ട്വിൻസാണ്. അവളിപ്പോൾ 4th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ ഒരനിയത്തി കൂടെ ഉണ്ട്, അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. താത്ത കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട്. പിന്നെ ഉപ്പ മരിച്ചിട്ട് 7 കൊല്ലമായിരിക്കണം. പിന്നെ ഹസ്ബൻഡ് ആൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാഹ് സെപ്റ്റംബറിൽ കഴിഞ്ഞ കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, കാക്ക, താത്ത, 2 താത്തയുണ്ട്. ഓക്കെ. എല്ലാവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴും എൻ്റെ ഹസ്ബൻഡാണ് ചെറുത് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട് കൊപ്പം നടുവട്ടം ആ ഏരിയയിലാണ്. പിന്നെ എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല, അപ്പം തപ്പി പിടിക്കണ്ടാകെ. പിന്നെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ലോജിസ്റ്റിക്സാണ് പഠിച്ചിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടേക്ക് നോക്കണം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒരു അതായത് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ എഡിറ്റിങ്ങും വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഞാൻ നേരെ പോയില്ല വിളിക്കുക, കാരണം എവിടെ പോയാലും ഓരോ ഷോർട്സായിട്ടും എടുത്തോണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ ഇതിനൊക്കെ എന്തെങ്കിലും പറയാം, എന്തൊക്കെ കൊടുക്കാൻ കിട്ടിയില്ല. ഹസ്ബൻഡ് ഇപ്പോൾ അവിടെ ഇല്ല, ഹസ്ബൻഡ് ഇപ്പോൾ ബാംഗ്ലൂരാണ്. ഞാൻ ഇപ്പോൾ അവിടെ പോയി വന്നിട്ടുള്ളൂ. പോണം. എന്നെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചു തോന്നുന്നു. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പം എല്ലാവരും ചോദിക്കും ഇപ്പം ഞാൻ മരിച്ചതൊക്കെ. അപ്പം അത് ക്യാൻസർ ആയിരുന്നു. ഞാൻ 10th ക്ലാസ് പഠിക്കുമ്പോഴാണ് മരിച്ചത്. പിന്നെ എന്താ ഇതൊക്കെ തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ചൊന്നും ആമി. ഓക്കെ. നാളെ അറിഞ്ഞിട്ടില്ല പറയുന്നത് ഇല്ല അങ്ങോട്ടോ. ഓക്കെ. അമ്മീനൊക്കെ സേ ഹായ്, സേ ഹായ്. ഓക്കെ ഓക്കെ. നമുക്ക് നിങ്ങളെ പരിചയപ്പെടാൻ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ. അപ്പം എല്ലാവരും ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ശരി.